കുട്ടികളാണ് കൂടുതലായിട്ടുള്ളത്. ഏകദേശം 60ഓളം കുട്ടികൾ ഇന്ന് നമ്മുടെ പാഠ്യ കുടുംബത്തിലേക്ക് പുതിയതായി വിജ്ഞാനത്തിന്റെ തേർന്നുകൊള്ളാനായി എത്തിച്ചേർന്നിട്ടുള്ളത്. ഓരോ രക്ഷിതാക്കൾക്കും തങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞുവിടുമ്പോൾ ഓരോ സ്വപ്നങ്ങളും ആ സ്വപ്നങ്ങളിലൊക്കെ പറക്കാനായിട്ട് കുഞ്ഞുങ്ങളായി മറ്റു കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ നമ്മുടെ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കെല്ലാം പരിചിതമായ നമ്മുടെ മുളമ്പുലി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും നമ്മുടെ വാർഡുമംഗളമായ മോദിയാക്കാതിരിക്കുകയാണ്. ഇന്ന് പഞ്ചായത്ത് തല പ്രവേശനോത്സവം മുളമ്പുലി നടക്കുകയാണ്. ഒരു മൂന്നാമത്തെ തിരക്കിലുമാണ് എത്തിച്ചേർന്നത്. കുട്ടികൾക്ക് നൽകാനായി പഠനോപകരണങ്ങൾ കൊണ്ടാണ് നമ്മൾ കടന്നു വന്നത്. അപ്പോൾ ഏറ്റവും സ്നേഹത്തോടു കൂടി നല്ലൊരു കരുതലോട് കൂടിയിട്ടാണ് നമ്മുടെ പാഠ്യ സ്കൂളിനെ എപ്പോഴും മെമ്പർ കാണുന്നത്. ഏറ്റവും സ്നേഹത്തോടു കൂടി മോളി മെമ്പറെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യും. ഇമ്മാനുവൽ സാറ് ഞാനിവിടെ വന്ന് ജോയിൻ ചെയ്തത് മുതൽ നമ്മുടെ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളിലും നല്ല ഉപദേശങ്ങളുമായും നല്ല നിർദ്ദേശങ്ങളുമായും നല്ലൊരു പിന്തുണ നൽകിക്കൊണ്ട് സാർ എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. പള്ളിയിലേക്ക് പോകുമ്പോഴൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോഴൊക്കെ ഇടയ്ക്കിവിടെ ടീച്ചറും സാറും എത്തിച്ചേരാറുണ്ട്. ഇന്നലെ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ക്ഷണം സ്വീകരിച്ച് സാർ ഇവിടെ എത്തിച്ചേർന്നു. സാറിന് എപ്പോഴും ഈ സ്കൂളിലോട്ട് കടന്നു വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ആ മുഖം കണ്ടാൽ തന്നെ നമ്മൾക്കറിയാം. അപ്പോൾ ഏറ്റവും സ്നേഹത്തോടു കൂടി സാറിനെ, ഇമ്മാനുവൽ സാറിനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യും. PTA പ്രസിഡന്റ് വിനോദ് ഇവിടെയുണ്ട്. നമ്മുടെ കഴിഞ്ഞ ദിവസം ഉള്ളൊക്കെ ക്ലീനിങ്ങിന്റെയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും വിനോദേട്ടൻ നമ്മോട് കൂടിയുണ്ട്. PTA എല്ലാം എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും രക്ഷിതാക്കളെയും എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് സ്കൂളിന്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നല്ല നിർദ്ദേശങ്ങളുമായി എപ്പോഴും നമ്മുടെ കൂടെയുള്ള വിനോദ് അവറുകളെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യും. ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്ന PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളുണ്ട്, പ്രിയ രക്ഷിതാക്കളുണ്ട്, ക്ലാസ് പ്രതിനിധികളുണ്ട്, അതുപോലെ തന്നെ എന്റെ സഹപ്രവർത്തകരെ, കുഞ്ഞുമക്കള്, ആദ്യമായി പ്രവേശനം നേടി കടന്നു വന്ന കുരുന്നുകളെ, നിങ്ങളെല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും പുതുവർഷം, പുതിയ അധ്യയന വർഷം മനോഹരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി സാബു സർ. സെന്റ് സെബാസ്റ്റ്യൻ AUP സ്കൂളിന്റെ മാനേജർ പദവി അലങ്കരിക്കുന്ന റവറന്റ് ഫാദർ സജി ഇളയെടുത്ത് സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ ധന്യമാക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ അവസരത്തിൽ ആദ്യമേ തന്നെ ഔദ്യോഗികതയുടെ ആലങ്കരികതയിൽ സജി അച്ഛനെ സെന്റ് സെബാസ്റ്റ്യൻ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യ കാഴ്ചയുടെ നവ്യാനുഭവങ്ങളെ ഏറെ ഹൃദ്യമായി ചേർത്ത് വെച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിനായി സജി അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഹൃദ്യമായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മരിയ സ്കൂൾ പ്രവർത്തനങ്ങളിലെ മികവാർന്ന പങ്കാളിത്തം, സ്കൂളിലെ വാനം പാടി, സെന്റ് സെബാസ്റ്റ്യൻ AUP സ്കൂളിലെ ബുൾബുൾ യൂണിറ്റിന്റെ അമരക്കാരി, കഴിഞ്ഞുപോയ നല്ല ദിനങ്ങളിൽ കൂട്ടായിരുന്ന ഒരു നല്ല അധ്യാപിക, അധ്യാപികയിലെ അമ്മ മനസ്സിന്റെ പൂർണ്ണത ആശ ടീച്ചർ, വളരെ കുറച്ചു കാലഘട്ടം പാടിച്ചിറ സ്കൂളിലെ സജീവ സാന്നിധ്യം, സ്കൂൾ പ്രവർത്തനങ്ങളിലെ സഹകരണം, എന്തിനും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു നല്ല സഹയാത്രിക, കഴിഞ്ഞ 7 വർഷക്കാലം 1ാം ക്ലാസ്സിലെ കുരുന്നുകളോടൊപ്പം ചേർന്ന് നിന്ന് പാടിച്ചിറ സ്കൂളിന്റെ വിജയങ്ങളെ ചേർത്ത് പിടിച്ച് സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ പ്രിയ അമ്പിളി ടീച്ചർ, ഏവരെയും വേദിയിലേക്ക് ഊഷ്മളമായി
ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസകൾ നേർന്നുകൊണ്ട് സ്വാഗതം ചെയ്യും. ഈ മഹനീയമായ അവസരത്തിൽ ഒന്ന് സംസാരിക്കുവാൻ ഈശ്വരോത്സവത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യും. സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ മാനേജർ സജി ഇളയെടുത്തച്ച, HM സാബു സാർ, ഒരു വിഷയത്തിന് 10 മാർക്ക് കിട്ടിയാൽ മതി. അന്ന് മുതൽ ഞാൻ വിളിപ്പിക്കുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ എല്ലാ വിഷയങ്ങൾക്കും കൃത്യമായി മാർക്ക് കിട്ടാതെ ജയിച്ചു പോയാൽ വിദ്യാഭ്യാസ നിലവാരം എവിടെ ചെല്ലും? ഏതായാലും ഈ 50 വർഷത്തിനിടയ്ക്ക് വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ഗവൺമെൻറ് ഇപ്പോൾ എടുത്ത തീരുമാനം ഒത്തിരി സന്തോഷപ്രദമായി തോന്നുന്നു. മിനിമം 30 മാർക്ക് കിട്ടിയില്ല എങ്കിൽ കുട്ടിയെ ജയിപ്പിച്ചുകൊള്ളാൻ പാടില്ല. വളരെ സന്തോഷമായ കാര്യമാണ്. കാരണം എൻ്റെ അനുഭവത്തിൽ പറയാണ്, നല്ലോണം പഠിച്ചിട്ട് മാത്രം കയറി പോയാൽ മതി. ഒരു നല്ല കൈയ്യടി കൊടുക്കാം. ആരാധ്യ VA, ബേസിൽ ഷൈജു എന്നതാണ് നമ്മുടെ കുരുന്നുകളുടെ പേരുകൾ. ബേസിലിനും ആരാധ്യയ്ക്കും നന്ദി. മേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. മേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. അക്ഷരമധുരം മഴവിൽ അഴകായി ഉത്സവമേളം വരവായി. അക്ഷരമധുരം മഴവിൽ അഴകായി ഉത്സവമേളം വരവായി. കുസൃതി വിടർന്ന വിളിക്കോടുകളിൽ കൗതുകലോകം വരവായി. പ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചെന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചെന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. സ്വതന്ത്ര ഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ സമത്വപുനരും സ്വതന്ത്ര ഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ നമുക്കുമറിവിൻ പൊൻതൂവലിനാൽ ചിറകുകൾ നെയ്തിടാം. ഏകതയേകും പുതുപുലരികളിൽ പുതിയ ചരിത്രം വിടരട്ടെ.
പ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളം മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളം മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. ശുകിനാവിൻ ചിറകുകളറിയാം ലഹരിക്കെതിരായി കൈകോർക്കാം. അനാലയങ്ങളിൽ നിന്നു തുടങ്ങാം കരുത്തുടർന്നൊരു പോരാട്ടം. കരുതലിനുജ്വല കവചത്താൽ നവ കേരളമൊന്നിനി നേരിടാം. അക്ഷരമധുരം മഴവിൽ അഴകായി ഉത്സവമേളം വരവായി. അക്ഷരമധുരം മഴവിൽ അഴകായി ഉത്സവമേളം വരവായി. കുസൃതി വിടർന്ന വിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളം മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളം മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. എല്ലാ കുഞ്ഞുങ്ങൾക്കും കഴിയട്ടെ. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അധ്യാപകരെ നന്നായി ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക. കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ അധ്യാപകരെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഈ വർഷം നന്നായി പഠിക്കുവാൻ വേണ്ടി ഒരു സൂത്രവാക്യം ടീച്ചർ. 1ാം ക്ലാസ്സിലേക്ക് ആദ്യമായി എത്തിച്ചേർന്ന എല്ലാ കുഞ്ഞുമക്കളെയും ഏറെ സ്നേഹത്തോടെ സെന്റ് സെബാസ്റ്റ്യൻസ് കുടുംബത്തിലേക്ക് സമ്മാനങ്ങൾ നൽകി ആദരിച്ച PTA അംഗങ്ങൾക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഒത്തിരി നീട്ടി പറയുന്നില്ല. എല്ലാവർക്കും നന്ദി. ഞങ്ങളെ ഓർക്കണമേ. എവിടെയെങ്കിലും വെച്ച് നമുക്ക് വീണ്ടും കാണാം. ഒരുപക്ഷെ നിങ്ങളുടെ ഇടയിലേക്ക് വീണ്ടും തിരിച്ചു വരുവാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സിനാമ.